ഹലോ, നമുക്കൊന്നൊരു ബീഫ് പുലാവ് ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിൾ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ബീഫ് പുലാവ്. നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള അത്ര ടൈം, അത്രയും ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും ഇതിനകത്തില്ല. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ സമയമില്ല എന്ന് കണ്ടാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റുള്ള ഐറ്റം കേട്ടോ ഈ പുലാവ്. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇതിനായിട്ട് ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് ഇതിനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു കിലോ ബീഫ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 8 ഏലക്കായ്, ഒരു 6 ഗ്രാമ്പൂ, അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ജാതിപത്രി, പിന്നെ ബേ ലീഫ്, പിന്നെ മുഴുവൻ മല്ലി ഒരു 2 ടേബിൾ സ്പൂണ്, പിന്നെ ഇതിലേക്ക് വലിയ ജീരകം 1 ടേബിൾ സ്പൂൺ, അതുപോലെ ചെറിയ കഷ്ണം പട്ടയും. പിന്നെ നമ്മൾ ചേർക്കുന്നത് സവാള, ഒരു സവാള 4 കഷ്ണമായി കട്ട് ചെയ്തത്, പിന്നെ വെളുത്തുള്ളി മുഴുവനായിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയത് തൊലിയോട് കൂടി, പിന്നെ എരിവില്ലാത്ത മുളകാണെങ്കിൽ ഒരു 3-4 ഇടുക. എരിവുണ്ടെങ്കിൽ 2 പച്ചമുളക് ഇട്ടാൽ മതി. അതിൻ്റെ ഈ കൊമ്പൊന്നും കളയണ്ട. ഇനി അതിലേക്ക് വേവാൻ ആവശ്യമായ ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് കുക്കറിലാണ് ചെയ്യേണ്ടത്, ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു വേവുന്ന എത്ര വിസിലാണോ അത്രയും വരെ ഇത് വേവിച്ചെടുക്കുക, നന്നായി വേവിച്ചെടുക്കുക. ഇനി നമ്മുടെ ബീഫ് വേവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റൈസ് നമുക്ക് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കാം. 4 ഗ്ലാസ് ബസുമതി റൈസ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുതിർക്കാനുള്ള വെള്ളമാണ്. ഇനി നമ്മൾ ബീഫ് വെന്ത ശേഷം ഒരു പാനിലേക്ക്, ഇതിലാണ് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് 2 സവാള വളരെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോയാൽ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം 1 ടേബിൾ സ്പൂണ്, കുരുമുളക്, ഏലക്ക 4 എണ്ണം, പിന്നെ ഗ്രാമ്പു, പട്ട, ബേ ലീഫ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ എണ്ണയിലേക്ക് കേട്ടോ. എണ്ണ നന്നായി ചൂടാണെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് എണ്ണ വെക്കണം, ഇല്ലെങ്കിൽ ഈ സ്പൈസസ് ഒക്കെ കരിഞ്ഞു പോകും പെട്ടെന്ന്. പിന്നെ അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തത് അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് നമ്മൾ വേവിച്ച ബീഫ് മാത്രം ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ബീഫ് മാത്രം എടുത്താൽ മതി, അതിനകത്തുള്ള വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കരുത്. ഇതെല്ലാം എണ്ണയിലിട്ടിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം 1/4 കപ്പ് തൈര്, പുളി ഉള്ളതായാലും കുഴപ്പമില്ല, പുളി ഇല്ലാത്ത തൈരും കുഴപ്പമില്ല. പിന്നെ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എരിവില്ലെങ്കിൽ 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ നന്നായി ഒന്ന് മിക്സ് ആയതിനു ശേഷം മാത്രം പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് അരി വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച വെള്ളം ഞാൻ ഒരു അരിപ്പയിൽ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് 2.5 ഗ്ലാസ് വെള്ളമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. 2.5 ഗ്ലാസ് വെള്ളം കുക്കറിൽ നമ്മൾ ബീഫ് വെന്ത വെള്ളം, പിന്നെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് ഒരു 3.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ബീഫിൻ്റെ 2.5 ഗ്ലാസ് വെള്ളം നമ്മൾ എക്സ്ട്രാ ചേർത്ത 3.5 ഗ്ലാസ്, അങ്ങനെ 6 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. നമ്മൾ ഏതിലാണോ അരി എടുത്തിട്ടുള്ളത് ആ അതേ അളവിൽ തന്നെ വെള്ളം എടുക്കണം. വെള്ളത്തിൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യരുത്. നമ്മൾ അരി അരമണിക്കൂർ മുന്നേ കുതിർത്ത് വെക്കാനും മറക്കരുത്. ഇതിലേക്ക് 1/2 മുറി നാരങ്ങ കുരുവില്ലാതെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ അരി ഇട്ട ശേഷം നന്നായി തിള വന്ന ശേഷം അതിലേക്ക് ബാക്കി ഉണ്ടായിരുന്ന നമ്മൾ ഫ്രൈ ചെയ്ത ഒനിയനും അതിലേക്ക് ചേർത്തിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൃത്യമായി തന്നെ വെന്ത് വന്നോളും. നമ്മൾ ഓയിൽ ചേർക്കുമ്പോൾ 1/2 കപ്പ് ഓയിൽ മാത്രം ചേർക്കുക, ഒരുപാട് ചേർത്ത് പോയത്, അല്ലെങ്കിൽ റൈസ് എണ്ണമയമായി മാറും. അതുപോലെ ബീഫിലും നെയ്യില്ലാത്ത കഷ്ണം എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ പുലാവ് റെഡിയായ ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് ശേഷം പിന്നെ നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്